കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും മഹത്തായ ഒരു സത്യത്തെക്കുറിച്ചാണ്. നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാതെ പങ്കെടുക്കേണ്ട ഒരു മഹായാഗത്തിനെ കുറിച്ചാണ്, വിശുദ്ധ കുർബാന. അതിനെക്കുറിച്ച് ഞാൻ എന്തൊക്കെ പറഞ്ഞു തരാൻ പോകുന്നു. അപ്പൊ ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈശോ തന്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് പങ്കുവെച്ച് തരുന്ന ഒരു ബലിയാണ്. അപ്പം ആ വിശുദ്ധ കുർബാനയിൽ നമ്മൾ എല്ലാ ദിവസവും പങ്കെടുക്കണം. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കണം. ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിച്ച് നമ്മൾ വിശുദ്ധീകരിച്ച് എല്ലാ ദിവസവും കുർബാനയിൽ നമ്മൾ സ്വീകരിച്ച് അങ്ങനെ പങ്കെടുക്കേണ്ട ഒരു സംഭവമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പം വിശുദ്ധ കുർബാന നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ നിങ്ങളെ കുർബാന കൂടുന്നുള്ള ഒരു അർത്ഥം ഉണ്ടാകത്തില്ല. വിശുദ്ധ കുർബാന നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ കുർബാന സ്വീകരിക്കും. ഈശോനെ സ്വീകരിച്ചിട്ടേ നമ്മൾ കുർബാന എന്നിട്ട് വീട്ടിൽ പോകാൻ. രാവിലെ നമ്മൾ എഴുന്നേറ്റ് പോയി കുർബാന കൂടി ഈശോനെ സ്വീകരിച്ച് പിന്നെ നമ്മുടെ ഉള്ളിൽ ഈശോ ആയിരിക്കും. നമ്മൾ വൈകുന്നേരം വരെ നമ്മുടെ ഉള്ളിൽ ഈശോ എന്തായിരിക്കും. ജീവിതകാലം മുഴുവൻ ഈശോ ഉണ്ടാവും. എന്നാലും ആ ദിവസം നമ്മുടെ ഉള്ളിൽ ഈശോ ഉള്ളപ്പം നമുക്ക് തെറ്റിലേക്ക് പോകാനോ ചീത്ത കാര്യങ്ങൾ പറയാനോ ഒന്നും അധികം തോന്നത്തില്ല. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ വീണ്ടും വന്ന് ഈശോനെ സ്വീകരിക്കുന്നത്. അങ്ങനെ എല്ലാ ദിവസവും ഈശോനെ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് നിത്യജീവൻ ഉണ്ടെന്നാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ഈ അപ്പത്തിൽ നിന്ന് ആരെങ്കിലും ഭക്ഷിച്ചാലും എന്നേക്കും ജീവിക്കും എന്നാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ഈശോ സ്ഥാപിച്ചിരിക്കുന്ന ഏറ്റവും കുറുക്കു വഴിയായിട്ടുള്ളൊരു വഴിയാണ് വിശുദ്ധ കുർബാന എന്നുള്ളത്. നമ്മളെല്ലാ ദിവസവും എപ്പോഴും കുമ്പസാരിച്ച് എല്ലാ ദിവസവും കുർബാനയൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റും. വേറെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളോ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും നമ്മളെ ആദ്യം വ്യതിരിപ്പിച്ച് കളയത്തില്ല. നമ്മുടെ കൂടെ രണ്ടുമുണ്ടാവും. അതുപോലെ ഇപ്പം ഞാൻ പള്ളിയിൽ കണ്ടുവരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് പള്ളി വരുന്നുണ്ട് കുർബാനയുടെ സമയത്ത്. ചിലരാണെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ട് പുറത്തിരിക്കും. ചിലരാണെങ്കിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ചിലരാണെങ്കിൽ പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ഒരുപാട് ദൂരത്ത് മാറി പുറത്തിങ്ങനെ കൈയും കെട്ടി നിൽക്കും. അങ്ങനെയുള്ളവർ എന്തിനാ പള്ളി വരുന്നത്? പള്ളിയിൽ നടക്കുന്ന ആ ഒരു സംഭവത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തവർ അങ്ങനെ ചെയ്യും. എനിക്കത് കാണുമ്പോൾ സങ്കടമാണ് വരുന്നത്. ദേഷ്യമൊന്നും വരത്തില്ല, സങ്കടമാണ് വരുന്നത്. എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് ഓർത്തു. ഞാൻ ചെന്ന് പറഞ്ഞാലും ആരും അങ്ങനെ മൈൻഡാക്കാറൊന്നുമില്ല. പിന്നെ പള്ളി വന്നു കഴിഞ്ഞാൽ ഫോണിൽ കളിക്കാൻ നിങ്ങൾ ഒട്ടും പാടില്ല. ദൈവത്തിനെ നമ്മൾ കളിയാക്കുക, ദൈവത്തിനെ നമ്മൾ നിന്ദിക്കുക, അങ്ങനത്തെ ഒരു പ്രവണതയാണത്. നിങ്ങൾക്ക് ഫോണിൽ കളിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് ഫോണിൽ കളിച്ചു, പള്ളി വന്നിട്ട് ഫോണിൽ കളിക്കാതെ. ഇപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശുദ്ധ കുർബാന എന്നുള്ളത് ഒരു ലഹരിയായിട്ട് വരും. അത് സ്വീകരിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ നമ്മൾ മാറും. ശരിക്കും നമ്മൾ അതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ലഹരിയാക്കി മാറ്റേണ്ടത്. അല്ലാതെ ഈ കള്ളോ കഞ്ചാവോ സിഗരറ്റോ ബീഡിയോ അതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലഹരിയായിരിക്കുന്നത്. ഈശോ ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലഹരി. ദിവ്യകാരുണ്യം ആണ് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ലഹരി. നമ്മൾ മീൻസ് ഇപ്പോൾ ഒരു ഈശോനെ നമ്മളൊരു സ്ഥലത്ത് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുക. നമ്മൾ ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് അവിടെ പോയി ഇരുന്ന് ഈശോനെ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ അത് ഭയങ്കര ഒരു സമാധാനമായിരിക്കും. അപ്പോൾ ഈശോനെ നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ഈശോയോട് എന്തും പറയാം. നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ഉള്ളും ഉള്ളതും എല്ലാം അറിയുന്ന ഒരാളാണ് ഈശോ. നമ്മൾ അവനോട് ചോദിക്കണ്ടേ, ഈശോയെ നിനക്ക് അറിയാമല്ലോ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. അവൻ ഓൾറെഡി എല്ലാം അറിയാവുന്ന ഒരു ആളാണ്. നമ്മുടെ കൂടെ ആരൊക്കെ നമ്മൾ കൈവിട്ടാലും നമ്മൾ കൈവിടാത്ത ഒരാളാണ് നമ്മുടെ ഈശോ. അപ്പോൾ ആ ഈശോനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ആദരവോടെ കാണുക. വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ പങ്കെടുക്കുക. വിശുദ്ധ കുർബാന എല്ലാ ദിവസവും സ്വീകരിക്കുക. ഒരിക്കലും അതിൽ നിന്ന് നമ്മൾ പിന്മാറി പോകാൻ പാടില്ല. പിന്നെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ 2013 പറഞ്ഞതാണ് നമുക്ക് വിശുദ്ധന്മാരെ വേണം. അതായത് പുതിയ തലമുറയിലെ വിശുദ്ധന്മാരെ വേണമെന്ന്. പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള, കൂട്ടുകാരോട് ചുറ്റിയടിക്കാൻ ഇഷ്ടമുള്ള, പവിത്രതയോടെ പരിശുദ്ധിയോടെ പ്രണയിക്കാൻ അറിയാവുന്ന, അതുപോലെ സിനിമകൾ കാണുന്ന നല്ല ഈ പുതിയ തലമുറയുടെ വിശുദ്ധരെ വേണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞുതരാം. അപ്പം അതുപോലെ നമ്മൾ ഈ പുതിയ തലമുറ ഒരു വിശുദ്ധനായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പുതിയ തലമുറയിലും വിശുദ്ധനാവാൻ ആൾക്കാരുണ്ട്. പുതിയ തലമുറയിലും വിശുദ്ധരെ പോലെ ജീവിച്ചിരുന്നെന്ന് നമുക്ക് വരും തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഈ തലമുറ ഇപ്പോഴേ ഈ ലോകം ഭയങ്കര തലതിരിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വിശുദ്ധന്മാരാവണമെന്നോ വിശുദ്ധിയോടെ ജീവിക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ പള്ളിയിൽ പോകണമെന്നോ ആർക്കും ചിന്തയില്ല. അപ്പം നമ്മൾ അവർക്ക് മാതൃക കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭാവി കാലത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇങ്ങനത്തെ കാലത്തും വിശുദ്ധന്മാരുണ്ടായിരുന്നു. പുതിയ തലമുറയിലും ദൈവത്തിന് വേണ്ടി ജീവിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച വിശുദ്ധന്മാരുണ്ടായിരുന്നു. ഭാവി തലമുറകൾക്ക് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഈശോനെ സ്വീകരിക്കുക, ഈശോയോട് പ്രാർത്ഥിക്കുക, ഈശോയോട് സംസാരിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താ? ദൈവമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്.
അപ്പം നമ്മൾ ദൈവമായിട്ട് നമ്മുടെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അതൊരു പ്രാർത്ഥനയാണ്. അതിപ്പോൾ ഏത് മതക്കാരാണെങ്കിലും ഏത് ജാതിക്കാരാണെങ്കിലും അവർ വിശ്വസിക്കുന്ന ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രാർത്ഥനയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക, അതുപോലെ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക, എല്ലാ ദിവസവും കുർബാനക്ക് പോവുക, കുർബാന സ്വീകരിക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഒരു ടൂർ പോകാമെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ പറയുക, ഒരു ടൂർ പോകാമെന്ന് വിചാരിക്കുക. രാവിലെ 5 മണിക്ക് ടൂർ പോകണം. നിങ്ങൾ എത്ര മണിയാകുമ്പോൾ എഴുന്നേൽക്കും? നേരെ മറിച്ച് രാവിലെ 6:45 കുർബാനയാണ്. പോകാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര മണിയാകുമ്പോൾ എഴുന്നേൽക്കും? എനിക്ക് നിങ്ങൾ കറക്റ്റ് ഉത്തരം കമൻ്റായിട്ട് പറയണം. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. വല്ല യാത്ര പോവാണെങ്കിലും അതുപോലെ സിനിമ കാണാൻ പോവാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചാടി ചാടി ഇവർ നിൽക്കും. പക്ഷേ ഈ പള്ളിയിൽ പോകാൻ കുർബാന പോകാന്ന് പറയുമ്പോൾ ഭയങ്കര മടുപ്പാണ്. പോയാലും പുറത്ത് പോയിന്ന് വർത്താനം പറയും, ഫോണിൽ കളിക്കും, അങ്ങനത്തെ ഒരു പ്രവണതയാണ്. ശരിക്കും നമ്മൾ കുർബാനയിലല്ലേ നല്ല എനർജറ്റിക് ആയിട്ടും നല്ല ഉഷാറോടെ നിൽക്കേണ്ടത്. അവിടെയല്ലേ അവിടെന്നല്ലേ നമുക്ക് ജീവിക്കാനുള്ള ഒരു എനർജിയും ഊർജ്ജവും ഒക്കെ കിട്ടുന്നത്. സിനിമയൊക്കെ നമ്മൾ കാണും, അതിൻ്റെ വഴിക്ക് പോകും. നമ്മൾ ടൂർ പോകും, അതിൻ്റെ ആ ഒരു വഴിക്ക് പോകും, തിരിച്ച് വീട്ടിലോട്ട് വരും. പക്ഷേ ഈ ദൈവം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് മുതൽ നമ്മൾ മരിച്ച് കഴിഞ്ഞിട്ടും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരാളാണ്. മറ്റേ നമ്മുടെ ഐസിയാ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ, നീ ജനിക്കും മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ വിശദീകരിച്ചു, പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അതുപോലെ തന്നെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ദൈവത്തിന് നമ്മൾ അറിയാം. ഇവൻ ഏത് വഴിക്ക് കൂടെയാണ് പോകുന്നത്, ഇവൻ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയാം. അതിൻ്റെ ഇടയ്ക്കുള്ള ജീവിക്കുന്ന ഈ ടൈമിലാണ് നമ്മൾ നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ എന്നുള്ള തീരുമാനം നമുക്ക് തീരുമാനിക്കേണ്ടത് ദൈവം ശ്രീയുടെ തന്നിരിക്കുന്നത്. ദൈവം ഒരിക്കലും നീ നന്മ ചെയ്യണം തിന്മ ചെയ്യണം എന്ന് പറയത്തില്ല. അത് നിന്റെ ചോയ്സാണ്. നിനക്ക് നന്മ ചെയ്യണം നന്മ ചെയ്യും, തിന്മ ചെയ്യണം തിന്മ ചെയ്യും. പക്ഷെ നീ എപ്പോൾ മരിക്കുമെന്നും എപ്പോൾ ജനിക്കുമെന്നും ഒക്കെ അവൻ നിശ്ചയിച്ച പോലെ സംഭവിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ ടോപ്പിക്ക് നൈസായിട്ട് മാറിപ്പോകുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിശുദ്ധ കുർബാനയെ നിങ്ങൾ നല്ല ഒരു ആദരവോടെയും ബഹുമാനത്തോടെയും കാണണമെന്നാണ്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ ഒരു സത്യമാണ്. ഈശോ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചതിൻ്റെ ഒരു അനുസ്മരണമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ ഒരു ദിവ്യബലിയിലൂടെ നമ്മൾ കാണുന്നത്. അതായത് ഈശോയുടെ തിരുശരീരവും രക്തവും അവ ശിഷ്യന്മാർക്ക് ഭാഗിച്ചു കൊടുത്തതുപോലെ ആ ഒരു പെസഹ വ്യാഴാഴ്ച അന്ത്യത്താഴവരെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് നമുക്ക് എല്ലാവർക്കും ഈശോ പകർന്നു തന്നത് അവരുടെ തിരുശരീരവും രക്തവുമാണ്. അപ്പം ആ ഒരു പെസഹായുടെ ഓർമ്മപ്പെടുത്തൽ അനുസ്മരണയോടെ നമ്മൾ വിശുദ്ധ കുർബാനയുടെ എല്ലാ ദിവസവും ആചരിച്ചു പോകുന്നു. അപ്പം വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മളെക്കാളും കൂടുതൽ അതിൽ വിശ്വാസമുള്ളത് നമ്മുടെ സാത്താൻ സേവക്കാർ. അത് നിങ്ങൾ ഓരോരോ കഥകൾ കേട്ടാൽ മനസ്സിലാവും. സാത്താൻ സേവക്കാർ ഓസ്തി എടുത്തുകൊണ്ട് പോയി, അതുപോലെ ദിവ്യകാരുണ്യം എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ. എൻ്റെ അടുത്ത് എൻ്റെ ഒരു സാറ് പറഞ്ഞൊരു കഥയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് ഈശോ ദിവ്യാപത്തിൽ ഈശോ ഉണ്ടെന്ന് മനസ്സിലാവാൻ പറ്റത്തില്ല. പക്ഷേ ഒരു സാത്താനെ ആരാധിക്കുന്ന ആൾക്കാർ വ്യഞ്ചരിക്കാത്ത ഒരു സാധാരണ ഗോതമ്പപ്പം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അവർക്ക് മനസ്സിലാവും. ഈശോ ഉള്ള ഗോതമ്പപ്പം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അതിനകത്ത് ഈശോ ഉണ്ടെന്ന്. ബിക്കോസ് അതിനകത്തൊരു പോസിറ്റീവ് എനർജി അവർക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് എൻ്റെ ഒരു സാറ് എനിക്ക് ഈ കാര്യം സമർപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ ദിവ്യകാരുണ്യത്തിന് ഈശോ ഉണ്ട്. നമ്മൾ ഈശോനെ നിന്ദിക്കാൻ പാടില്ല. ഈശോനെ ബഹുമാനത്തോടെയും ആദരവോടെയും സ്വീകരിക്കണം. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണം. അങ്ങനെ ചെയ്യുന്നവരാണ് ദൈവത്തിന് കൂടുതൽ ഇഷ്ടം. നമ്മൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ പ്രിയ സഹോദരനും സഹോദരി അമ്മയെന്നല്ലേ ഈശോ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആദ്യം വരും.